അധ്യായം 26. സൂറത്ത് ശുഅറാ. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 227. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. تلك آيات الكتاب المبين. സുവ്യക്തമായ ഒരു ഗ്രന്ഥത്തിലെ വചനങ്ങളാണിത്. لعلك باخع نفسك ألا يكونوا مؤمنين. അവർ സത്യവിശ്വാസികളാകാത്തതിനാൽ സ്വന്തം ജീവനെ താങ്കൾ അപകടപ്പെടുത്തിയേക്കും. إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ആകാശത്തു നിന്നും ഒരു ദൃഷ്ടാന്തം അവർക്ക് നാം ഇറക്കുകയും അങ്ങനെ അവരുടെ കഴുത്തുകൾ അതിന് കീഴടങ്ങുകയും ചെയ്യുമായിരുന്നു. പക്ഷേ നാം അതുദ്ദേശിക്കുന്നില്ല. وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين. കരുണാനിധിയായ അല്ലാഹുവിങ്കൽ നിന്ന് പുതുതായി ഏതൊരു സന്ദേശം വന്നു കിട്ടുമ്പോഴും അവരതിനെ അഗണ്യമാക്കി തിരിഞ്ഞുകളയുക തന്നെയാണ്. فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون. അങ്ങനെ അവരത് നിഷേധിച്ചു. എന്നാൽ ഏതൊന്നിനെ അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിന്റെ പ്രത്യാഘാതം അവർക്ക് വന്നുകൊള്ളും. أولم يروا إلى الأرض كم أنبتنا فيها من كل زوج كريم. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? എല്ലാതരം ഉത്കൃഷ്ടമായ ഇണകളിൽ നിന്നും എത്രയെത്ര വസ്തുക്കളെയാണ് നാം അതിൽ മുളപ്പിച്ചിരിക്കുന്നതെന്ന്. إن في ذلك لآية وما كان أكثرهم مؤمنين. തീർച്ചയായും അതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ അവരിൽ അധികമാളും സത്യവിശ്വാസികളല്ല. وإن ربك لهو العزيز الرحيم. തീർച്ചയായും താങ്കളുടെ നാഥൻ തന്നെയാണ് അജയ്യനും പരമകാരുണികനും. وإذ نادى ربك موسى أن ائت القوم الظالمين قوم فرعون ألا يتقون. നബി, താങ്കളുടെ നാഥൻ മൂസാ നബിയോട് വിളിച്ചു പറഞ്ഞ സന്ദർഭം ഓർക്കുക. നിങ്ങൾ അക്രമകാരികളായ ആ ജനതയുടെ, അതായത് ഫിർഔന്റെ ജനതയുടെ അടുത്ത് ചെല്ലുക. അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുക. قال رب إني أخاف أن يكذبون. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, തീർച്ചയായും അവരെന്നെ നിഷേധിക്കുമെന്നു ഞാൻ ഭയപ്പെടുന്നു. ويضيق صدري ولا ينطلق لساني فأرسل إلى هارون. എന്റെ ഹൃദയം ഇടുങ്ങിപ്പോകും, എനിക്ക് സംസാര വൈഭവം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഹാറൂന്റെ അടുത്തേക്ക് നീ ദൂതനെ അയച്ചാലും. ولهم علي ذنب فأخاف أن يقتلون. മാത്രമല്ല എന്റെ മേൽ അവർക്കൊരു കുറ്റവും ആരോപിക്കാനുണ്ട്. അതിനാൽ അവരെന്നെ കൊന്നുകളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. قال كلا فاذهبا بآياتنا إنا معكم مستمعون. അല്ലാഹു പറഞ്ഞു, അതൊരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ ദൃഷ്ടാന്തങ്ങളുമായി പോയിക്കൊള്ളുക. തീർച്ചയായും നാം നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാം നാം കേൾക്കുന്നതുമാണ്. فأتيا فرعون فقولا إنا رسول رب العالمين. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുത്തു ചെല്ലണം. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ലോകനാഥന്റെ ദൂതന്മാരാണെന്ന് പറയുക. أن أرسل معنا بني إسرائيل. ഇസ്രായേൽ സന്തതികളെ ഞങ്ങളോടൊപ്പം അയക്കണം എന്നതാണ് ഞങ്ങളുടെ ദൗത്യം എന്നും പറയുക. قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين. ഫിർഔൻ പറഞ്ഞു, നീ ശിശുവായിരുന്നപ്പോൾ ഞങ്ങളോടൊപ്പം
നിന്നെ താമസിപ്പിച്ചു പോറ്റി വളർത്തുകയും നിന്റെ വയസ്സിൽ കുറെ കൊല്ലങ്ങൾ നീ ഞങ്ങളോടൊപ്പം താമസിക്കുകയും ചെയ്തില്ലേ? وفعلت فعلتك التي فعلت وأنت من الكافرين. എന്നിട്ട് നീ ചെയ്തതൊക്കെ ചെയ്തു, നന്ദിയില്ലാത്തവരിൽ പെട്ടവനാണ് നീ. قال فعلتها إذا وأنا من الضالين. മൂസാ നബി പറഞ്ഞു, ഞാൻ അന്നത് ചെയ്തു, എനിക്ക് അള്ളാഹു പിന്നീട് നൽകിയ വിജ്ഞാനം ലഭിക്കാത്തവരിൽ പെട്ടവനായിരുന്നു ഞാൻ. ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين. അങ്ങനെ നിങ്ങളെ ഭയപ്പെട്ടപ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ ഓടിപ്പോയി. അപ്പോൾ എന്റെ നാഥൻ എനിക്ക് വിജ്ഞാനം പ്രദാനം ചെയ്യുകയും എന്നെ മുർസലുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. وتلك نعمة تمنها علي أن عبدت بني إسرائيل. ആ പോറ്റി വളർത്തൽ ഇസ്രായേല്യരെ നീ അടിമകളാക്കി വെച്ചതിനാൽ എന്റെ മേൽ എടുത്തു പറയുന്ന ഒരു അനുഗ്രഹമാണ്. قال فرعون وما رب العالمين. ഫിർഔൻ ചോദിച്ചു, ലോകനാഥൻ എന്ന് പറയുന്നത് എന്താണ്? قال رب السماوات والأرض وما بينهما إن كنتم موقنين. അദ്ദേഹം പറഞ്ഞു, ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ളവയുടെയും നാഥനാണവൻ, നിങ്ങൾ ദൃഢവിശ്വാസമുള്ളവരാണെങ്കിൽ. قال لمن حوله ألا تستمعون. അവൻ തന്റെ ചുറ്റുമുള്ളവരോട് ചോദിച്ചു, ഇവൻ പറയുന്നത് നിങ്ങൾ ശരിക്കു കേൾക്കുന്നില്ലേ? قال ربكم ورب آبائكم الأولين. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ നാഥനും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ നാഥനും തന്നെ. قال إن رسولكم الذي أرسل إليكم لمجنون. അവൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ട നിങ്ങളുടെ ദൂതൻ തീർച്ചയായും ഒരു ഭ്രാന്തൻ തന്നെയാണ്. قال رب المشرق والمغرب وما بينهما إن كنتم تعقلون. അദ്ദേഹം പറഞ്ഞു, അവൻ ഉദയസ്ഥാനത്തിന്റെയും അസ്തമയസ്ഥാനത്തിന്റെയും അവക്കിടയിലുള്ളതിന്റെയും നാഥനാണ്, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ. قال لئن اتخذت إلها غيري لأجعلنك من المسجونين. അവൻ പറഞ്ഞു, ഞാനല്ലാത്ത ഒരു ഇലാഹിനെ നീ സ്വീകരിച്ചാൽ തീർച്ചയായും നിന്നെ ഞാൻ തടവുകാരുടെ കൂട്ടത്തിലാക്കും. قال أولو جئتك بشيء مبين. അദ്ദേഹം ചോദിച്ചു, നിനക്ക് ഞാൻ വ്യക്തമായ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്നാലും നീ വിശ്വസിക്കുകയില്ലേ? قال فأت به إن كنت من الصادقين. അവൻ പറഞ്ഞു, എന്നാൽ അത് കൊണ്ടുവരൂ, നീ സത്യവാദികളിൽ പെട്ടവരാണെങ്കിൽ. فألقى عصاه فإذا هي ثعبان مبين. അങ്ങനെ അദ്ദേഹം തന്റെ വടി നിലത്തിട്ടു, അപ്പോഴതാ അതൊരു വ്യക്തമായ സർപ്പമായിരിക്കുന്നു. ونزع يده فإذا هي بيضاء للناظرين. അദ്ദേഹം തന്റെ കൈ കക്ഷത്ത് നിന്ന് പുറത്തെടുത്തു, അപ്പോഴതാ നോക്കുന്നവർക്ക് അത് പ്രകാശമുള്ളതായിരിക്കുന്നു. قال للملأ حوله إن هذا لساحر عليم. തന്റെ ചുറ്റുമുള്ള പ്രധാനികളോട് അവൻ പറഞ്ഞു, തീർച്ചയായും ഇവൻ വളരെ വിദഗ്ധനായ ജാലവിദ്യക്കാരനാണ്. يريد أن يخرجكم من أرضكم بسحره فماذا تأمرون. തന്റെ ജാലവിദ്യ കൊണ്ട് നാട്ടിൽ നിന്നു നിങ്ങളെ പുറത്താക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നിർദ്ദേശിക്കുന്നു? قالوا أرجه وأخاه وابعث في المدائن حاشرين. അവർ പറഞ്ഞു,
അവനും അവന്റെ സഹോദരനും അങ്ങുന്ന് ഇടകൊടുക്കുക. എന്നിട്ട് അങ്ങയുടെ അധികാരത്തിൽപ്പെട്ട എല്ലാ നാടുകളിലേക്കും ജാലവിദ്യക്കാരെ ശേഖരിച്ചു കൊണ്ടുവരുന്ന ആളുകളെ പറഞ്ഞയക്കുക. يأتوك بكل سحار عليم. എന്നാൽ അവർ വിദഗ്ധരായ എല്ലാ ജാലവിദ്യക്കാരെയും അങ്ങയുടെ അടുത്തു കൊണ്ടുവരും. فجمع السحرة لميقات يوم معلوم. അങ്ങനെ അറിയപ്പെട്ട ഒരു ദിവസം നിശ്ചിത സമയത്തേക്ക് ജാലവിദ്യക്കാരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. وقيل للناس هل أنتم مجتمعون. നിങ്ങൾ സമ്മേളിക്കുന്നുണ്ടോ എന്ന് ജനങ്ങളോട് ചോദിക്കപ്പെട്ടു. لعلنا نتبع السحرة إن كانوا هم الغالبين. ജാലവിദ്യക്കാർ തന്നെയാണ് വിജയികളാകുന്നതെങ്കിൽ നമുക്കവരെ പിന്തുടരാമല്ലോ എന്ന് അവരോട് പറയപ്പെട്ടു. فلما جاء السحرة قالوا لفرعون أئن لنا لأجرا إن كنا نحن الغالبين. അങ്ങനെ ജാലവിദ്യക്കാർ വന്നപ്പോൾ അവർ ഫിർഔനോട് ചോദിച്ചു, ഞങ്ങൾ തന്നെയാണ് വിജയികളാകുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ? قال نعم وإنكم إذا لمن المقربين. ഫിർഔൻ പറഞ്ഞു, അതെ, മാത്രമല്ല അന്നേരം നിങ്ങൾ നമ്മുടെ സാമീപ്യം സിദ്ധിച്ചവരിൽ പെട്ടവരുമായിരിക്കും. قال لهم موسى ألقوا ما أنتم ملقون. മൂസാ നബി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇടാനുള്ളത് ഇട്ടുകൊള്ളുക. فألقوا حبالهم وعصيهم وقالوا بعزة فرعون إنا لنحن الغالبون. അപ്പോൾ അവർ തങ്ങളുടെ കയറുകളും വടികളും നിലത്തിടുകയും ഇങ്ങനെ പറയുകയും ചെയ്തു, ഫിർഔന്റെ അന്തസ്സുകൊണ്ട് തന്നെ സത്യം, തീർച്ചയായും ഞങ്ങൾ തന്നെയാണ് വിജയികളായി തീരുക. فألقى موسى عصاه فإذا هي تلقف ما يأفكون. അങ്ങനെ മൂസാ നബിയും തന്റെ വടി നിലത്തിട്ടു. അപ്പോഴതാ അവർ പകിട്ടാക്കി കാണിച്ചിരുന്നതിനെയെല്ലാം അത് വിഴുങ്ങിക്കളയുന്നു. فألقي السحرة ساجدين. ഉടനെ ജാലവിദ്യക്കാർ സുജൂദ് ചെയ്യുന്നവരായി നിലത്തി വീണു. قالوا آمنا برب العالمين رب موسى وهارون. അവർ പറഞ്ഞു, ലോകനാഥനിൽ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും നാഥനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلسوف تعلمون لأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم أجمعين. ഫിർഔൻ പറഞ്ഞു, ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ അവനെ വിശ്വസിച്ചുവോ? തീർച്ചയായും അവൻ നിങ്ങൾക്ക് ജാലവിദ്യ പഠിപ്പിച്ചു തന്ന വലിയ ഗുരുവാണ്. അതിനാൽ അതിന്റെ ഫലം പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങളുടെ കൈകളും കാലുകളും വ്യത്യസ്ത നിലയിൽ ഞാൻ മുറിച്ചു കളയും. നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്രൂശിക്കുകയും ചെയ്യുന്നതാണ്. قالوا لا ضير إنا إلى ربنا منقلبون. അവർ പറഞ്ഞു, വിരോധമൊന്നുമില്ല, തീർച്ചയായും ഞങ്ങളുടെ റബ്ബിലേക്ക് ഞങ്ങൾ മടങ്ങിച്ചെല്ലുന്നവരാകുന്നു. إنا نطمع أن يغفر لنا ربنا خطايانا أن كنا أول المؤمنين. ഞങ്ങൾ ഫിർഔന്റെ ആദ്യത്തെ വിശ്വാസികളായതുകൊണ്ട് ഞങ്ങളുടെ നാഥൻ ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരുമെന്ന് തീർച്ചയായും ഞങ്ങൾ ആശിക്കുന്നു. وأوحينا إلى موسى أن أسر بعبادي إنكم متبعون. എന്റെ അടിമകളെയും കൊണ്ട് താങ്കൾ രാത്രി പോയിക്കൊള്ളുക. തീർച്ചയായും ഫിർഔനും കൂട്ടരും നിങ്ങളെ പിന്തുടരുന്നതാണെന്ന് മൂസാ നബിക്ക് നാം സന്ദേശം നൽകി. فأرسل فرعون في المدائن
المدائن حاشرين അപ്പോൾ ഇസ്രായേല്യർ പോയ വിവരമറിഞ്ഞ് ഫിർഔൻ സൈന്യങ്ങളെ ശേഖരിക്കുന്നവരെ പട്ടണങ്ങളിലേക്ക് അയച്ചു. അവർ ഇങ്ങനെ പ്രചാരണം നടത്തി: إن هؤلاء لشرذمة قليلون وإنهم لنا لغائظون وإنا لجميع حاذرون. തീർച്ചയായും ഇസ്രായേല്യർ കുറച്ചാളുകളുള്ള ഒരു സംഘവും നമ്മെ അരിശം കൊള്ളിച്ചവരും നാം ജാഗരൂകരായ ഒരു സംഘവുമാണ്. فأخرجناهم من جنات وعيون وكنوز ومقام كريم. അങ്ങനെ അവരെ ചില തോപ്പുകളിലും അരുവികളിലും ഭണ്ഡാരങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിലും നിന്ന് നാം പുറത്താക്കി. كذلك وأورثناها بني إسرائيل. അതുപ്രകാരമാണ് നമ്മുടെ പ്രവൃത്തി. എന്നിട്ട് ഇസ്രായേല്യർക്ക് നാം അതിനെ അനന്തരാവകാശമായി നൽകുകയും ചെയ്തു. فأتبعوهم مشرقين. എന്നിട്ട് ഫിർഔനും സൈന്യവും സൂര്യോദയ സമയത്ത് ഇസ്രായേല്യരുടെ അടുത്തെത്തിച്ചേർന്നു. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون. അങ്ങനെ ഇരു സംഘവും അന്യോന്യം കണ്ടപ്പോൾ മൂസാ നബിയുടെ കൂട്ടുകാർ പറഞ്ഞു: തീർച്ചയായും നാം പിടിക്കപ്പെടുന്നവർ തന്നെയാണല്ലോ. قال كلا إن معي ربي سيهدين. അദ്ദേഹം പറഞ്ഞു: ഇല്ല, എന്റെ റബ്ബ് എന്റെ കൂടെ തന്നെയുണ്ട്, അവൻ എനിക്ക് മാർഗദർശനം കാണിച്ചു തരും. فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم. അപ്പോൾ താങ്കളുടെ വടികൊണ്ട് സമുദ്രത്തെ അടിക്കുക എന്ന് മൂസാ നബിക്ക് നാം വഹി നൽകി. അദ്ദേഹം അടിച്ചു. അപ്പോൾ അത് പിളർന്നു. എന്നിട്ട് ഓരോ പിളർപ്പും വലിയ പർവ്വതം പോലെയായി. وأزلفنا ثم الآخرين. അവിടേക്ക് മറ്റു കൂട്ടരെ നാം അടുപ്പിച്ചു. وأنجينا موسى ومن معه أجمعين. മൂസാ നബിയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെ മുഴുവനും നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ثم أغرقنا الآخرين. പിന്നെ മറ്റേ കൂട്ടരെ നാം വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു. إن في ذلك لآية وما كان أكثرهم مؤمنين. തീർച്ചയായും അതിൽ ഒരു വലിയ ദൃഷ്ടാന്തമുണ്ട്, പക്ഷേ അവരിലധിക പേരും വിശ്വാസികളായിട്ടില്ല. وإن ربك لهو العزيز الرحيم. തീർച്ചയായും താങ്കളുടെ റബ്ബ് തന്നെയാണ് പ്രതാപവാനും പരമ കാരുണികനും. واتل عليهم نبأ إبراهيم. ഇബ്രാഹിം നബിയുടെ ചരിത്രം താങ്കൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുക. إذ قال لأبيه وقومه ما تعبدون. അതായത് തന്റെ പിതാവിനോടും ജനതയോടും നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ച സന്ദർഭം. قالوا نعبد أصناما فنظل لها عاكفين. അവർ പറഞ്ഞു, ഞങ്ങൾ ബിംബങ്ങളെയാണ് ആരാധിക്കുന്നത്, അവയ്ക്ക് മുമ്പിൽ എപ്പോഴും ഭജനമിരിക്കുകയും ചെയ്യുന്നുണ്ട്. قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വിളിക്കുമ്പോൾ അവ വിളി കേൾക്കുകയോ വല്ല ഉപകാരമോ ഉപദ്രവമോ നിങ്ങൾക്കവ ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടോ? قالوا بل وجدنا آباءنا
كذلك يفعلون അവർ മറുപടി നൽകി, അതൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ പിതാക്കൾ അപ്രകാരം ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു. قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون അദ്ദേഹം ചോദിച്ചു, എന്നാൽ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും ആരാധിച്ചു വരുന്ന വസ്തുക്കളെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയോ? فإنهم عدو لي إلا رب العالمين അവരെനിക്ക് ശത്രുക്കൾ തന്നെയാണ്, പക്ഷേ ലോകരക്ഷിതാവ് അങ്ങനെയല്ല. الذي خلقني فهو يهدين അവൻ എന്നെ സൃഷ്ടിക്കുകയും എന്നിട്ടെന്നെ നേർവഴിയിലാക്കുകയും ചെയ്തിരിക്കുന്നു. والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين അവൻ എനിക്ക് ആഹാരവും പാനീയവും നൽകുകയും രോഗം ബാധിച്ചാൽ സുഖപ്പെടുത്തുകയും എന്നെ മരണപ്പെടുത്തുകയും അനന്തരം ജീവിപ്പിക്കുകയും ചെയ്യുന്നു. والذي أطمع أن يغفر لي خطيئتي يوم الدين പ്രതിഫലം നൽകുന്ന ദിവസം അവൻ എന്റെ പാപം പുറത്തു തരുമെന്ന് ഞാൻ ആശിക്കുകയും ചെയ്യുന്നു. رب هب لي حكما وألحقني بالصالحين എന്റെ രക്ഷിതാവേ, എനിക്ക് നീ വിജ്ഞാനം പ്രദാനം ചെയ്യുകയും സജ്ജനങ്ങളോട് ചേർത്തിത്തരുകയും ചെയ്യണമേ. واجعلني لسان صدق في الآخرين واجعلني من ورثة جنة النعيم എനിക്ക് നീ പിൻതലമുറകളിൽ സൽകീർത്തി ഉണ്ടാക്കിത്തരികയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗം അനന്തരാവകാശമെടുക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. واغفر لأبي إنه كان من الضالين എന്റെ പിതാവിന് പുറത്തു കൊടുക്കണമേ, നിശ്ചയമായും അദ്ദേഹം വഴിതെറ്റിയവരിൽ പെട്ടുപോയിരിക്കുകയാണ്. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം ധനവും സന്താനങ്ങളും ഉപകരിക്കാത്ത നാൾ എന്നെ നീ അപമാനത്തിലാക്കരുതേ. إلا من أتى الله بقلب سليم എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധമായ ഹൃദയത്തോടുകൂടി അല്ലാഹുവിങ്കൽ ചെല്ലുന്നവരൊഴികെ. وأزلفت الجنة للمتقين وبرزت الجحيم للغاوين ആ ദിവസം ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുകയും വഴിപിഴച്ചവർക്ക് നരകം വെളിവാക്കപ്പെടുകയും ചെയ്യും. وقيل لهم أين ما كنتم تعبدون من دون الله هل ينصرونكم أو ينتصرون അവരോട് ചോദിക്കപ്പെടും, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്തു വന്നിരുന്നവ എവിടെ? അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ അതോ സ്വന്തം കാര്യത്തിൽ സഹായം തേടുന്നുണ്ടോ? فكبكبوا فيها هم والغاوون وجنود إبليس أجمعون അങ്ങനെ ആ ആരാധ്യ വസ്തുക്കളെയും അവയെ ആരാധിച്ച് വഴിതെറ്റിയവരെയും ഇബ്ലീസിന്റെ സൈന്യങ്ങളെ മുഴുവനും നരകത്തിൽ മുഖം കുത്തി തള്ളിയിടപ്പെടും. قالوا وهم فيها يختصمون അതിൽ വഴക്കടിച്ചുകൊണ്ട് ആരാധകർ ആരാധ്യരോട് പറയും, تالله إن كنا لفي ضلال مبين അല്ലാഹു തന്നെ സത്യം, നിശ്ചയമായും ഞങ്ങൾ പ്രത്യക്ഷമായ ദുർമാർഗത്തിലായിരുന്നു. إذ نسويكم برب العالمين
സർവലോക രക്ഷിതാവിനോട് തുല്യമായ സ്ഥാനം നിങ്ങൾക്ക് ഞങ്ങൾ കൽപ്പിച്ചപ്പോൾ وما أضلنا إلا المجرمون ആ കുറ്റവാളികൾ തന്നെയാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത്. فما لنا من شافعين ولا صديق حميم ഞങ്ങൾക്കിപ്പോൾ ഒരു ശുപാർശക്കാരനും അനുകമ്പയുള്ള ചങ്ങാതിയുമില്ല. فلو أن لنا كرة فنكون من المؤمنين ഇനി ഞങ്ങൾക്ക് ഒരു മടക്കം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നാൽ ഞങ്ങൾ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുമായിരുന്നു. إن في ذلك لآية وما كان أكثرهم مؤمنين നിശ്ചയമായും ഈ പറഞ്ഞതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായിട്ടില്ല. وإن ربك لهو العزيز الرحيم നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവ് പ്രതാപവാനും പരമകാരുണികനും തന്നെയാകുന്നു. كذبت قوم نوح المرسلين നൂഹ് നബിയുടെ ജനത മുർസലുകളെ നിഷേധിച്ചു. إذ قال لهم أخوهم نوح ألا تتقون നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്ന് തങ്ങളുടെ സഹോദരൻ നൂഹ് അവരോട് ചോദിച്ച സന്ദർഭത്തിൽ إني لكم رسول أمين നിശ്ചയമായും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന വിശ്വസ്തനായ ഒരു റസൂലാണ്. فاتقوا الله وأطيعون അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. وما أسألكم عليه من أجر إن أجري إلا على رب العالمين അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മേൽ മാത്രമാണ്. فاتقوا الله وأطيعون അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. قالوا أنؤمن لك واتبعك الأرذلون അവർ ചോദിച്ചു, ഈ നിസ്സാരന്മാരായ ആളുകൾ നിന്നെ പിന്തുടർന്നിരിക്കെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയോ? قال وما علمي بما كانوا يعملون അദ്ദേഹം പറഞ്ഞു, അവരുടെ പ്രവൃത്തിയെപ്പറ്റി എനിക്കെന്തറിവാണുള്ളത്? إن حسابهم إلا على ربي لو تشعرون അവരെ വിചാരണ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം എന്റെ രക്ഷിതാവിനു മാത്രമാണ്. നിങ്ങൾ കാര്യബോധമുള്ളവരായിരുന്നെങ്കിൽ. وما أنا بطارد المؤمنين ഞാൻ സത്യവിശ്വാസികളെ ആട്ടിക്കളയുന്നവനല്ല തന്നെ. إن أنا إلا نذير مبين ഞാൻ പ്രത്യക്ഷമായൊരു താക്കീതുകാരൻ മാത്രമാണ്. قالوا لئن لم تنته يا نوح لتكونن من المرجومين അവർ പറഞ്ഞു, നൂഹേ, ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ നീ എറിഞ്ഞു കൊല്ലപ്പെടുന്നവരിൽ ഉൾപ്പെട്ടവനായിത്തീരും. قال رب إن قومي كذبون അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, നിശ്ചയമായും എന്റെ ജനത എന്നെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു. فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين അതുകൊണ്ട് എനിക്കും അവർക്കുമിടയിൽ നീ വ്യക്തമായൊരു വിധി നൽകുകയും എന്നെയും എന്റെ ഒന്നിച്ചുള്ള സത്യവിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. فأنجيناه ومن معه في الفلك المشحون അപ്പോൾ അദ്ദേഹത്തെയും കൂടെയുള്ളവരെയും നിറക്കപ്പെട്ട കപ്പലിൽ നാം രക്ഷപ്പെടുത്തി. ثم أغرقنا بعد الباقين പിന്നെ ബാക്കിയുള്ളവരെ അതിനുശേഷം നാം വെള്ളത്തിൽ മുക്കി കൊല്ലുകയും ചെയ്തു. إن في ذلك لآية وما كان أكثرهم مؤمنين നിശ്ചയമായും അതിൽ ഒരു വലിയ ദൃഷ്ടാന്തമുണ്ട്.
പക്ഷേ അവരിലധികം ആളുകളും വിശ്വസിക്കുന്നവരായിട്ടില്ല. وَإِنَّ رَبَّكَ لَهُوَ الْعَزِيزُ الرَّحِيمُ നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവ് പ്രതാപവാനും പരമകാരുണികനും തന്നെയാകുന്നു. كَذَّبَتْ عَادٌ الْمُرْسَلِينَ ആദ് ഗോത്രം മുർസലുകളെ നിഷേധിച്ചു. إِذْ قَالَ لَهُمْ أَخُوهُمْ هُودٌ أَلَا تَتَّقُونَ തങ്ങളുടെ സഹോദരൻ ഹൂദ് നബി അവരോട് പറഞ്ഞ സന്ദർഭത്തിൽ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? إِنِّي لَكُمْ رَسُولٌ أَمِينٌ നിശ്ചയമായും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന വിശ്വസ്തനായൊരു റസൂലാണ്. فَاتَّقُوا اللَّهَ وَأَطِيعُونِ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. وَمَا أَسْأَلُكُمْ عَلَيْهِ مِنْ أَجْرٍ إِنْ أَجْرِيَ إِلَّا عَلَى رَبِّ الْعَالَمِينَ അതിന്റെ പേരിൽ നിങ്ങളോടൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് പ്രതിഫലം നൽകേണ്ട ബാധ്യത ലോകരക്ഷിതാവിങ്കൽ മാത്രമാണ്. أَتَبْنُونَ بِكُلِّ رِيعٍ آيَةً تَعْبَثُونَ നിങ്ങൾ വിനോദിക്കുന്നവരായിക്കൊണ്ട് എല്ലാ കുന്നുകളിലും അടയാളം നിർമ്മിച്ചു വരികയാണോ? وَتَتَّخِذُونَ مَصَانِعَ لَعَلَّكُمْ تَخْلُدُونَ നിങ്ങളിവിടെ നിത്യവാസികളായി തീർന്നേക്കുമെന്ന ഭാവേന പ്രബല മന്ദിരങ്ങൾ ഉണ്ടാക്കുകയുമാണോ? وَإِذَا بَطَشْتُمْ جَبَّارِينَ നിങ്ങൾ വല്ലവരെയും ഊക്കോടെ പിടികൂടുകയാണെങ്കിൽ നിഷ്ഠൂരന്മാരായി പിടികൂടുകയും ചെയ്യുന്നു. فَاتَّقُوا اللَّهَ وَأَطِيعُونِ ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. وَاتَّقُوا الَّذِي أَمَدَّكُم بِمَا تَعْلَمُونَ നിങ്ങൾക്കറിയാവുന്നവ കൊണ്ട് നിങ്ങളെ സഹായിച്ച അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. أَمَدَّكُم بِأَنْعَامٍ وَبَنِينَ وَجَنَّاتٍ وَعُيُونٍ നാൽക്കാലികളെയും സന്താനങ്ങളെയും തോട്ടങ്ങളെയും നദികളെയും നൽകിക്കൊണ്ട് നിങ്ങളെ അവൻ സഹായിച്ചു. إِنِّي أَخَافُ عَلَيْكُمْ عَذَابَ يَوْمٍ عَظِيمٍ നിശ്ചയമായും ഒരു വമ്പിച്ച ദിവസത്തിലെ ശിക്ഷ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുകയാണ്. قَالُوا سَوَاءٌ عَلَيْنَا أَوَعَظْتَ أَمْ لَمْ تَكُنْ مِنَ الْوَاعِظِينَ അവർ പറഞ്ഞു, ഹൂദേ, നീ സതുപദേശം ചെയ്യലും സതുപദേശം ചെയ്യുന്നവരിൽ പെടാതിരിക്കലും ഞങ്ങൾക്ക് സമമാണ്. إِنْ هَذَا إِلَّا خُلُقُ الْأَوَّلِينَ ഇത് പൂർവീകന്മാരുടെ നടപടി സമ്പ്രദായം മാത്രമാകുന്നു. وَمَا نَحْنُ بِمُعَذَّبِينَ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല തന്നെ. فَكَذَّبُوهُ فَأَهْلَكْنَاهُمْ إِنَّ فِي ذَلِكَ لَآيَةً وَمَا كَانَ أَكْثَرُهُم مُؤْمِنِينَ അങ്ങനെ അവരദ്ദേഹത്തെ നിഷേധിച്ചു. അപ്പോൾ അവരെ നാം നശിപ്പിച്ചു. നിശ്ചയമായും അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ അവരിലധികം ആളുകളും വിശ്വസിക്കുന്നവരായിട്ടില്ല. وَإِنَّ رَبَّكَ لَهُوَ الْعَزِيزُ الرَّحِيمُ നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവ് പ്രതാപവാനും പരമകാരുണികനും തന്നെയാകുന്നു. كَذَّبَتْ ثَمُودُ الْمُرْسَلِينَ സമൂദ് സമുദായം മുർസലുകളെ നിഷേധിച്ചു. إِذْ قَالَ لَهُمْ أَخُوهُمْ صَالِحٌ أَلَا تَتَّقُونَ തങ്ങളുടെ സഹോദരൻ സ്വാലിഹ് നബി അവരോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? إِنِّي لَكُمْ رَسُولٌ أَمِينٌ നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാണ്. فَاتَّقُوا اللَّهَ وَأَطِيعُونِ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. وَمَا أَسْأَلُكُمْ عَلَيْهِ مِنْ أَجْرٍ إِنْ أَجْرِيَ إِلَّا عَلَى رَبِّ الْعَالَمِينَ അതിന്റെ പേരിൽ
നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മേൽ മാത്രമാണ്. أتتركون فيما هاهنا آمنين ഇവിടെയുള്ള ഭൗതിക സുഖങ്ങളിൽ നിങ്ങൾ നിർഭയരായിക്കൊണ്ട് വിട്ടേക്കപ്പെടുമോ? في جنات وعيون وزروع ونخل طلعها هضيم അതായത് തോട്ടങ്ങളിലും നദികളിലും വയലുകളിലും പഴങ്ങളുടെ ഭാരത്താൽ കുലതൂങ്ങി നിൽക്കുന്ന ഈ തപ്പന തോട്ടങ്ങളിലും وتنحتون من الجبال بيوتا فارهين അമിതാഹ്ലാദഭരിതരായി മലകൾ തുരന്ന് നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. فاتقوا الله وأطيعون ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. ولا تطيعوا أمر المسرفين الذين يفسدون في الأرض ولا يصلحون ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും നന്മയുണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന അതിക്രമികളുടെ കൽപ്പന നിങ്ങൾ അനുസരിക്കരുത്. قالوا إنما أنت من المسحرين അവർ പറഞ്ഞു, നീ മാരണബാധിതരിൽ പെട്ടവൻ തന്നെയാകുന്നു. ما أنت إلا بشر مثلنا فأت بآية إن كنت من الصادقين നീ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് സത്യവാദികളിൽ പെട്ടവനാണെങ്കിൽ ഒരു ദൃഷ്ടാന്തം നീ കൊണ്ടുവരണം. قال هذه ناقة لها شرب ولكم شرب يوم معلوم അദ്ദേഹം പറഞ്ഞു, ഇതാ ദൃഷ്ടാന്തമായ ഒട്ടകം. ഒരു നിശ്ചിത ദിവസത്തെ ജലപാനം അതിനും ഒരു നിശ്ചിത ദിവസത്തെ ജലപാനം നിങ്ങൾക്കുമാണ്. ولا تمسوها بسوء فيأخذكم عذاب يوم عظيم ഒരുവിധ തിന്മ കൊണ്ടും നിങ്ങളതിനെ തൊട്ടുപോകരുത്. തൊട്ടാൽ ഒരു വലിയ ആപൽക്കരമായ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ്. فعقروها فأصبحوا نادمين എന്നാൽ അവരതിനെ അറുത്തുകളഞ്ഞു. എന്നിട്ടവർ ഖേദിച്ചു. فأخذهم العذاب إن في ذلك لآية وما كان أكثرهم مؤمنين അപ്പോൾ ശിക്ഷ അവരെ പിടികൂടി. നിശ്ചയമായും അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ അവരിലധികം ആളുകളും വിശ്വസിക്കുന്നവരായില്ല. وَإِنَّ رَبَّكَ لَهُوَ الْعَزِيزُ الرَّحِيمُ താങ്കളുടെ രക്ഷിതാവ് പ്രതാപവാനും പരമകാരുണികനും തന്നെയാണ് തീർച്ച. كَذَّبَتْ قَوْمُ لُوطٍ الْمُرْسَلِينَ إِذْ قَالَ لَهُمْ أَخُوهُمْ لُوطٌ أَلَا تَتَّقُونَ ലൂത്ത് നബിയുടെ ജനത മുർസലുകളെ നിഷേധിച്ചു. താങ്കളുടെ സഹോദരൻ ലൂത്ത് അവരോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? إِنِّي لَكُمْ رَسُولٌ أَمِينٌ فَاتَّقُوا اللَّهَ وَأَطِيعُونِ നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. وَمَا أَسْأَلُكُمْ عَلَيْهِ مِنْ أَجْرٍ إِنْ أَجْرِيَ إِلَّا عَلَى رَبِّ الْعَالَمِينَ അതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മേൽ മാത്രമാണ്. أَتَأْتُونَ الذُّكْرَانَ مِنَ الْعَالَمِينَ وَتَذَرُونَ مَا خَلَقَ لَكُمْ رَبُّكُمْ مِنْ أَزْوَاجِكُمْ بَلْ أَنْتُمْ قَوْمٌ عَادُونَ ലോകജനതയിൽ നിങ്ങൾ മാത്രം കാമവൃത്തിക്കായി പുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുകയും രക്ഷിതാവ് നിങ്ങൾക്കായി സൃഷ്ടിച്ചു തന്ന ഇണകളെ വിട്ടുകളയുകയുമാണോ? എന്നാൽ നിങ്ങൾ അതിക്രമികളായ ഒരു ജനത തന്നെയാണ്.
قالوا لئن لم تنته يا لوط لتكونن من المخرجين. അവർ പറഞ്ഞു, ഓ ലൂത്ത്, നീ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം നിശ്ചയമായും നീ പുറത്താക്കപ്പെടുന്നവരിൽ പെട്ടുപോകും. قال إني لعملكم من القالين. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ നിങ്ങളുടെ ഈ പ്രവൃത്തിയോട് കഠിന കോപമുള്ളവരിൽപ്പെട്ടവനാണ്. رب نجني وأهلي مما يعملون. എന്റെ രക്ഷിതാവേ, എന്നെയും എന്റെ സ്വന്തക്കാരെയും ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നീ രക്ഷിക്കണമേ. فنجيناه وأهله أجمعين. അപ്പോൾ അദ്ദേഹത്തെയും തന്റെ സ്വന്തക്കാരെയുമെല്ലാം നാം രക്ഷപ്പെടുത്തി. إلا عجوزا في الغابرين. ഒരു വൃദ്ധ സ്ത്രീ ഒഴികെ അവൾ ബാക്കിയുള്ളവരിൽപ്പെട്ടവളാണ്. ثم دمرنا الآخرين. പിന്നെ മറ്റുള്ളവരെ നാം നിശ്ശേഷം നശിപ്പിച്ചു കളഞ്ഞു. وأمطرنا عليهم مطرا فساء مطر المنذرين. അവരുടെ മീതെ നാം ഒരു പ്രത്യേകതരം മഴ വർഷിപ്പിച്ചു. മുന്നറിയിപ്പ് നൽകപ്പെട്ടവർക്ക് കിട്ടിയ മഴ വളരെ ചീത്ത. إن في ذلك لآية وما كان أكثرهم مؤمنين. നിശ്ചയമായും അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ അവരിലധികം ആളുകളും വിശ്വസിക്കുന്നവരായില്ല. وإن ربك لهو العزيز الرحيم. നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവ് പ്രതാപവാനും പരമകാരുണികരുമാണ്. كذب أصحاب الأيكة المرسلين. ഐക്കത്തുകാർ മുർസലുകളെ നിഷേധിച്ചു. إذ قال لهم شعيب ألا تتقون. അവരോട് ശുഐബ് നബി പറഞ്ഞ സന്ദർഭത്തിൽ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? إني لكم رسول أمين. നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാണ്. فاتقوا الله وأطيعون. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. وما أسألكم عليه من أجر إن أجري إلا على رب العالمين. അതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മേൽ മാത്രമാണ്. أوفوا الكيل ولا تكونوا من المخسرين. وزنوا بالقسطاس المستقيم. നിങ്ങൾ അളവ് പൂർത്തിയാക്കി കൊടുക്കുക, അതിൽ കമ്മി വരുത്തുന്നവരിൽ പെട്ടുപോകരുത്. നിങ്ങൾ ശരിയായ തുലാസ് കൊണ്ട് തൂക്കുകയും ചെയ്യുക. ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين. നിങ്ങൾ ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെടുത്തുകയും നാട്ടിൽ നാശം ചെയ്യുന്നവരായിക്കൊണ്ട് കുഴപ്പമുണ്ടാക്കുകയുമരുത്. واتقوا الذي خلقكم والجبلة الأولين. നിങ്ങളെയും പൂർവജനങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. قالوا إنما أنت من المسحرين. അവർ പറഞ്ഞു, നിശ്ചയമായും നീ മാരണബാധിതരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. وما أنت إلا بشر مثلنا وإن نظنك لمن الكاذبين. നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. നിശ്ചയമായും നീ അസത്യവാദികളിൽപ്പെട്ടവൻ തന്നെയാണെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. فأسقط علينا كسفا من السماء إن كنت من الصادقين. അതുകൊണ്ട് നീ സത്യവാദികളിൽപ്പെട്ടവനാണെങ്കിൽ ആകാശത്തു നിന്ന് ചില കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ നീ വീഴ്ത്തുക. قال ربي أعلم بما تعملون. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി എന്റെ രക്ഷിതാവ് നല്ലവണ്ണം അറിയുന്നവനാകുന്നു. فكذبوه فأخذهم عذاب يوم الظلة
إنه كان عذاب يوم عظيم. അങ്ങനെ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. അതിനാൽ മേഘത്തണലിന്റെ ദിവസത്തെ ശിക്ഷ അവരെ പിടികൂടി. നിശ്ചയമായും അത് വമ്പിച്ച ആപൽക്കരമായൊരു ദിവസത്തിലെ ശിക്ഷയായിരുന്നു. إن في ذلك لآية وما كان أكثرهم مؤمنين. നിശ്ചയമായും അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നവരായില്ല. وإن ربك لهو العزيز الرحيم. താങ്കളുടെ രക്ഷിതാവ് പ്രതാപവാനും പരമകാരുണികനുമാണ് തീർച്ച. وإنه لتنزيل رب العالمين. നിശ്ചയമായും ഖുർആൻ ലോകരക്ഷിതാവായ അല്ലാഹു അവതരിപ്പിച്ചതു തന്നെയാണ്. نزل به الروح الأمين على قلبك لتكون من المنذرين. ജിബ്രീൽ എന്ന മലക്കാണ് അതുകൊണ്ട് താങ്കളുടെ ഹൃദയത്തിൽ ഇറങ്ങിയത്. താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾ ആയിരിക്കേണ്ടതിനു വേണ്ടി. بلسان عربي مبين. സ്പഷ്ടമായ അറബി ഭാഷയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. وإنه لفي زبر الأولين. നിശ്ചയമായും ഈ ഖുർആൻ പൂർവികരുടെ വേദഗ്രന്ഥങ്ങളിലുള്ളതാണ്. أولم يكن لهم آية أن يعلمه علماء بني إسرائيل. ഇസ്രായേലിയരിലുള്ള പണ്ഡിതന്മാർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയാമെന്നത് ഇവർക്ക് ഒരു ലക്ഷ്യമാകുന്നില്ലേ? ولو نزلناه على بعض الأعجمين فقرأه عليهم ما كانوا به مؤمنين. അനറബികളിൽ ആർക്കെങ്കിലും ഈ ഖുർആനെ നാം അവതരിപ്പിക്കുകയും എന്നിട്ട് അദ്ദേഹം ഇത് ഇക്കൂട്ടർക്ക് ഓതിക്കേൾപ്പിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിലും അവരതിൽ വിശ്വസിക്കുന്നവരാകുകയില്ല. كذلك سلكناه في قلوب المجرمين. അപ്രകാരം ആ കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ നാം സത്യനിഷേധത്തെ കടത്തി. لا يؤمنون به حتى يروا العذاب الأليم. വേദനാജനകമായ ശിക്ഷ കാണുന്നതുവരെ അവർ ഖുർആനിൽ വിശ്വസിക്കുകയില്ല. فيأتيهم بغتة وهم لا يشعرون. അവർ ഓർക്കാത്ത നിലയിൽ പെട്ടെന്നാണ് ആ ശിക്ഷ വന്നെത്തുക. فيقولوا هل نحن منظرون. അപ്പോൾ അവർ ഞങ്ങൾ കുറച്ച് താമസം നൽകപ്പെടുന്നവരാകുമോ എന്നവർ ചോദിക്കും. أفبعذابنا يستعجلون. എന്നിട്ട് നമ്മുടെ ശിക്ഷയെക്കുറിച്ചാണോ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? أفرأيت إن متعناهم سنين ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. താങ്കൾ ചിന്തിച്ചു നോക്കുക. അവർക്ക് നാം കുറെ കൊല്ലങ്ങൾ ക്ഷേമാഐശ്വര്യം നൽകുകയും തദനന്തരം താക്കീത് നൽകപ്പെട്ടിരുന്ന ശിക്ഷ അവർക്ക് വന്നെത്തുകയും ചെയ്താൽ തങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന ക്ഷേമാഐശ്വര്യങ്ങൾ ആ ശിക്ഷയെ തടഞ്ഞു നിർത്തുന്നതിൽ അവർക്ക് വല്ല പ്രയോജനവും ചെയ്യുമോ? ഒന്നും തന്നെ ചെയ്യുകയില്ല. وما أهلكنا من قرية إلا لها منذرون. താക്കീത് നൽകുന്നവരെ അയക്കാതെ ഒരു നാടിനെയും നാം നശിപ്പിച്ചിട്ടില്ല. ذكرى وما كنا ظالمين. അവരെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് അങ്ങനെ താക്കീത് നൽകുന്നവരെ നാം അയക്കുന്നത്. അക്രമം ചെയ്യുന്ന സമ്പ്രദായം നമുക്കില്ല. وما تنزلت به الشياطين وما ينبغي لهم وما يستطيعون. ഈ ഖുർആനുമായി പിശാചുക്കൾ ഇറങ്ങിയിട്ടില്ല. അവർക്കത് യോജിച്ചതുമല്ല, അവർക്കതിന് കഴിവുമില്ല. إنهم عن السمع لمعزولون. നിശ്ചയമായും അവരത് കേൾക്കുന്നതിൽ നിന്നും അകറ്റപ്പെട്ടവർ തന്നെയാണ്.
فلا تدع مع الله إلها آخر فتكون من المعذبين. അതുകൊണ്ട് അള്ളാഹുവിനോടുകൂടെ മറ്റൊരു ഇലാഹിന് താങ്കൾ ആരാധന ചെയ്യരുത്, എങ്കിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകും. وأنذر عشيرتك الأقربين. അടുത്ത ബന്ധുക്കൾക്ക് താങ്കൾ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. واخفض جناحك لمن اتبعك من المؤمنين. താങ്കളെ പിന്തുടർന്ന സത്യവിശ്വാസികളോട് വളരെ സൗമ്യമായി പെരുമാറുകയും ചെയ്യുക. فإن عصوك فقل إني بريء مما تعملون. ഇനി അവർ താങ്കളോട് അനുസരണക്കേട് കാട്ടുകയാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി നിശ്ചയമായും ഞാൻ നിരുത്തരവാദിയാകുന്നു എന്ന് താങ്കൾ പറഞ്ഞേക്കണം. وتوكل على العزيز الرحيم. പ്രതാപവാനും പരമകാരുണികനുമായ അള്ളാഹുവിങ്കിലേക്ക് താങ്കൾ ഭരമേൽപ്പിക്കുക. الذي يراك حين تقوم. താങ്കൾ നിന്ന് നിസ്കരിക്കുന്ന സമയം അവൻ താങ്കളെ കാണുന്നുണ്ട്. وتقلبك في الساجدين. നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ താങ്കളുടെ ചലനത്തെയും അവൻ കാണുന്നുണ്ട്. إنه هو السميع العليم. നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. هل أنبئكم على من تنزل الشياطين. ആരുടെ അടുത്താണ് പിശാചുക്കൾ ഇറങ്ങുകയെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? تنزل على كل أفاك أثيم. ധാരാളം വ്യാജം പറയുകയും വളരെ കുറ്റം പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലുമാണ് അവർ ഇറങ്ങുക. يلقون السمع وأكثرهم كاذبون. തങ്ങൾ കേട്ടത് മറ്റു ചിലർക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നതാണ്. മിക്ക വാർത്തകളിലും അവർ കള്ളം പറയുന്നവരാകുന്നു. والشعراء يتبعهم الغاوون. കവികളെ പിന്തുടരുന്നത് ദുർമാർഗികളാണ്. ألم تر أنهم في كل واد يهيمون وأنهم يقولون ما لا يفعلون. താങ്കൾ കണ്ടില്ലേ, അവർ എല്ലാ വകുപ്പുകളിലും അലഞ്ഞു നടക്കുകയും പ്രവർത്തിക്കാത്തത് പറയുകയും ചെയ്യുക തന്നെയാകുന്നു. إلا الذين آمنوا وعملوا الصالحات وذكروا الله كثيرا وانتصروا من بعد ما ظلموا وسيعلم الذين ظلموا أي منقلب ينقلبون. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുകയും തങ്ങൾ ആക്രമിക്കപ്പെട്ട ശേഷം പ്രതികാര നടപടി എടുക്കുകയും ചെയ്തവരൊഴികെ അവരതിൽ പെടുകയില്ല. തങ്ങൾ എങ്ങോട്ടാണ് തിരിച്ചു ചെല്ലുക എന്ന് അക്രമികൾക്ക് പിന്നീട് മനസ്സിലാകും.